ഹായ് ഹലോ നമസ്കാരം, ഞാൻ അമൃത. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ട്രാവൽ വ്ലോഗ് ആയിട്ടൊന്നുമല്ല, ജസ്റ്റ് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഒരു ജേർണി പറയാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയായിരുന്നു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഒരു 3 മാസം കഴിഞ്ഞു എനിക്ക് ലൈസൻസ് കിട്ടിയിട്ട്. പക്ഷേ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതുമല്ല. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഡ്രൈവിൻ്റെ എന്തെല്ലാം നമുക്ക് ഒബ്വിയസ്ലി പ്രീഷ്യസ് ആയിരിക്കുമല്ലോ. അപ്പം ചുമ്മാ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇട്ട സമയത്ത് കുറേ പേര് എൻ്റെ അടുത്ത് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ ഒരു എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന രീതിയിൽ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വ്ളോഗ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ പ്രോസസ്സായിരുന്നു ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഉണ്ടായിരുന്നത്, എന്തൊക്കെയാണ് അങ്ങനെ ജസ്റ്റ് ഒരു ഞാൻ എന്തൊക്കെ ശ്രദ്ധിച്ചു, എന്തൊക്കെ ടിപ്സ് ഉണ്ടായി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ വിസ ദുബായ് വിസയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ദുബായ് എമിറേറ്റിൽ നിന്നാണ് എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത്. നിങ്ങൾക്ക് ദുബായ് വിസ ഹോൾഡർ അല്ല, നിങ്ങൾ വേറൊരു എമിറേറ്റിൻ്റെ വിസ ഹോൾഡർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ദുബായിൽ എടുക്കാം. പക്ഷെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ദുബായിലെ റെസിഡൻസിന്റെ ടെനൻസി കോൺട്രാക്ട് നിങ്ങളുടെ പേരിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ദുബായ് എമിറേറ്റിൽ എടുക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനി, നിങ്ങളിപ്പം വർക്ക് ചെയ്യുന്ന കമ്പനീൻ്റെ എന്തെങ്കിലും ബ്രാഞ്ചോ സൈറ്റോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ദുബായിൽ ഉണ്ടെങ്കിൽ കമ്പനീൻ്റെ NOC വെച്ചിട്ട് കൊടുത്തിട്ട് ദുബായ് എമിറേറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓരോ എമിറേറ്റിലും കമ്പയർ ചെയ്യുമ്പോൾ ഡ്രൈവിംഗ് ലൈസൻസിന്റെ പ്രോസസ്സൊക്കെ സെയിം തന്നെ, സെയിം ടെസ്റ്റും കാര്യങ്ങളൊക്കെ സെയിം തന്നെ. പക്ഷെ ആ ഒരു പ്രൊസീജിയേഴ്സിന് കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അബുദാബിയിലും ദുബായിലൊക്കെ കമ്പയർ ചെയ്യുമ്പം നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ദുബായിലെ കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്. ബാക്കിയുള്ള എമിറേറ്റ്സിലായാലും അവർക്കും ഉപകാരപ്പെടും, പക്ഷെ പ്രൊസീജിയേഴ്സ് ഒക്കെ കുറച്ച് ആ ഒരു സിസ്റ്റം ഇത്തിരി വ്യത്യാസം ഉണ്ടാവുന്നു മാത്രം. ദുബായിലെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ഡ്രൈവിംഗ് സ്കൂൾസ് ഉണ്ട്. ഇപ്പോൾ പുതിയതായിട്ടും കുറെ വന്നിട്ടുണ്ട്. പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന കുറെ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വേണ്ടത് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഏത് സ്കൂൾ തിരഞ്ഞെടുക്കണം എന്നുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങൾക്ക് പരിചയത്തിലുള്ള ആരെങ്കിലും പോയത് വെച്ച് അനുഭവം വെച്ച് എങ്ങനെയാണോ അതിൻ്റെ ഒരു റേറ്റിംഗ് നോക്കിയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ എടുത്തത് ഓട്ടോമാറ്റിക് ലൈറ്റ് വെഹിക്കിൾ ലൈസൻസ് ആണ്, മാനുവൽ അല്ല, ഓട്ടോമാറ്റിക് ആണ് എടുത്തത്. എനിക്ക് വലിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ല. സോ ഞാൻ ഓട്ടോമാറ്റിക്, മാനുവൽ ഓടിച്ച്, ചിലർ പറയും മാനുവൽ ഓടിച്ച് ശീലിച്ചവർക്ക് മാനുവലിൻ്റെ ഒരു ത്രില്ലുണ്ട്, ഈ ഓട്ടോമാറ്റിക് ആകുമ്പോൾ അത്ര ത്രില്ലില്ല എന്നൊക്കെ പറയും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ മാനുവൽ ഓടിച്ചിട്ടില്ല, എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട്. പക്ഷെ ഓട്ടോമാറ്റിക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആണ്, നമുക്ക് സിമ്പിളായിട്ട് വലിയ ഹെസിറ്റേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ ഓട്ടോമാറ്റിക്കിൻ്റെ. ഫീസ് സ്ട്രക്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ മിക്ക ഡ്രൈവിംഗ് സ്കൂളും, എല്ലാ ഡ്രൈവിംഗ് സ്കൂളും തരുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, ഒരു ഓഫർ പോലെ ലംസം പാക്കേജ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് അൺലിമിറ്റഡ് പാക്കേജ് ആയിട്ട്. അതിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് മാറുന്നതനുസരിച്ചിട്ട് അതിന്റെ പാക്കേജിന്റെ ഡീറ്റെയിൽസ് വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. പിന്നെ റെഗുലർ ആയിട്ട് നമ്മൾ നോർമൽ പേയ്മെന്റ് കൊടുക്കുന്ന രീതിയിലും അത് ക്ലാസ് എടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ പേയ്മെന്റ് കൊടുക്കുന്ന ഓപ്ഷനും ഉണ്ട്. ലംസം പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് അവർക്ക് കൊടുക്കുന്നു, അതിനനുസരിച്ചിട്ടുള്ള അവർ ഡെസിഗ്നേറ്റഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സും ഇത്ര ടെസ്റ്റ്, അങ്ങനെ അവർക്കൊരു ലിമിറ്റഡ് ലൈക്ക് ഒരു എന്താ പറയാ, ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ കൊടുത്ത പാക്കേജിനനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു ഫിക്സഡ് എമൗണ്ട് കൊടുത്താൽ മതിയോ, ആ എമൗണ്ടിൽ നമ്മൾ പാസ്സാക്കി തരും എന്നുള്ളതാണ് ആ ഒരു ഓപ്ഷൻ. പക്ഷെ സ്റ്റിൽ അതിലായാലും പോലും ആ പാക്കേജിന് ഒരു അൺലിമിറ്റഡ് എന്ന് പറയുമെങ്കിൽ കൂടി ചില ടെസ്റ്റുകളും RTന്റെ ടെസ്റ്റൊക്കെ ചിലപ്പം അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കില്ല. നമ്മൾ പൊട്ടുന്നതിനനുസരിച്ച് പിന്നെ കാശ് പോകാൻ സാധ്യതയുണ്ട്. അത് കറക്റ്റ് ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അത് നിങ്ങൾ ഏത് സ്കൂളിലാണോ ചേരുന്നത് അവിടെ അന്വേഷിച്ചാൽ മാത്രമേ അറിയുള്ളൂ. ഞാൻ എടുത്തത് റെഗുലർ പാക്കേജ് ആയിരുന്നു. ലംസം പാക്കേജിന് EMI ഓപ്ഷൻസ് അവൈലബിൾ ഉണ്ട്. പക്ഷെ സ്റ്റിൽ ഞാൻ ഉദ്ദേശിച്ച റെഗുലർ പാക്കേജ് എടുക്കാൻ കാരണം എന്താണെന്നുണ്ടെങ്കിൽ, നോർമൽ നമുക്ക് എന്താണോ നമ്മൾ എടുക്കുന്ന അതിനുള്ള ചിലപ്പോൾ നമുക്ക് എക്സ്ട്രാ ക്ലാസ്സസ് എടുക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ അത്രയും ക്ലാസ്സസ് എടുക്കേണ്ടി വരില്ല. ഇപ്പം നമ്മൾ മന്ത്ലി ഒരു പേയ്മെന്റ്, ചെറിയൊരു എമൗണ്ട് ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് ആണെങ്കിൽ അങ്ങനെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പേയ്മെന്റ് അങ്ങനെ മാത്രം ചെയ്താൽ മതിയല്ലോ. അതുകൊണ്ടാണ് ഞാൻ റെഗുലർ ആയിട്ടുള്ളത് എടുക്കാന്നുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്.
നമുക്ക് ഇതിന്റെ പ്രീ റിക്വസിറ്റ് ആയിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് എമിറേറ്റ്സ് ഐ ഡി ആണ്. ഈ എമിറേറ്റ്സ് ഐ ഡി ഇല്ലാതെ ഒരു കാര്യം നടക്കില്ല. ഫ്രം ദി ബിഗിനിങ് നമ്മൾ രജിസ്ട്രേഷൻ ഫയൽ ഓപ്പണിംഗ് ചെയ്യുന്നത് തൊട്ട് നമുക്ക് എമിറേറ്റ്സ് ഐ ഡി ആവശ്യമുണ്ട്. അതേപോലെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവർ ഈ എമിറേറ്റ്സ് ഐ ഡി സ്കാൻ ചെയ്തിട്ടാണ് നമ്മുടെ ക്ലാസ്സിൽ എടുക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ എമിറേറ്റ്സ് ഐ ഡി എടുക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ അവർ ഒബ്വിയസ്ലി ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാനൊന്നും സമ്മതിക്കില്ല. എമിറേറ്റ്സ് ഐ ഡിയുടെ ഹാർഡ് കോപ്പി എന്ന് പറഞ്ഞാൽ അതൊരു വാലിഡ് ഡോക്യുമെന്റ് ആണ് ഈ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ജേർണിയിൽ. അത് നമുക്ക് വാലിഡ് ആയിട്ടുള്ള എമിറേറ്റ്സ് ഐ ഡി എന്തായാലും കംപ്ലീറ്റ് ത്രൂ ഔട്ട് ദ പ്രോസസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. പിന്നെ വരുന്നത് നമ്മുടെ ഐ ടെസ്റ്റ് ആണ്. നമ്മളൊരു ട്രാഫിക് ഫയൽ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ഐ ടെസ്റ്റ് എന്തായാലും നടത്തിയിരിക്കണം. അത് വെറുതെ ഒരു ഐ ടെസ്റ്റിംഗ് സെന്ററിൽ പോയിട്ട് നടത്തിയാൽ പോരാ. അത് ആക്ച്വലി RTA അപ്രൂവ്ഡ് ആയിട്ടുള്ള, നമുക്ക് അവിടെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും, പല ഒപ്റ്റിക്കൽസിന്റെ ഫ്രണ്ടിലും RTA അപ്രൂവ്ഡ് എഴുതിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ RTA അപ്രൂവ്ഡ് ആയിട്ടുള്ള സെന്ററിൽ മാത്രം പോയിട്ടാണ് ഈ ആ ഒരു ഐ ടെസ്റ്റ് നടത്തേണ്ടത്. അപ്പൊ ഈ ഐ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഐ ടെസ്റ്റ് നടത്തും. ആ ഒപ്റ്റിക്കൽസിലുള്ളവർ തന്നെ അതിന്റെ റിസൾട്ട് അവരുടെ RTന്റെ ഡെസിഗ്നേറ്റഡ് സൈറ്റ് ഉണ്ട്, അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിസൾട്ടും തരും. അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഫസ്റ്റ് കടമ്പ, ഐ ടെസ്റ്റ്. അത് കഴിഞ്ഞാൽ അതും ഒക്കെ ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രാഫിക് ഫയൽ ഓപ്പൺ ചെയ്യാം. ഇനീഷ്യൽ ചാർജ് ദുബായിൽ വരുന്നത് എന്താ വെച്ചാൽ ഈ ട്രാഫിക് ഫയൽ ഓപ്പൺ ചെയ്യാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ തിയറി ക്ലാസ്സിന്റെ ഫസ്റ്റ് നമ്മളെ കടമ്പ തിയറി ക്ലാസ് ആണ്. അപ്പൊ തിയറി ക്ലാസ്സിന്റെ പേയ്മെന്റ്, അതേപോലെ തന്നെ ഒരു മോക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട് അവര്, അതിന്റെ ഒരു പേയ്മെന്റ്, പിന്നെ ഈ ഒരു RTA തിയറി ടെസ്റ്റ് പ്രാക്ടിക്കൽ എക്സാമിന്റെ ഒരു പേയ്മെന്റ്. ഇത്രയും പേയ്മെന്റ് ആണ് നമ്മൾ റെഗുലർ ആയിട്ട് എടുക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് പേയ്മെന്റ് വരാം. അതൊരു അറൌണ്ട് ഒരു AD 1500 വരും. ഞാൻ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള കണക്കുകളാണ് പറയുന്നത്, ഞാൻ ആക്യുറേറ്റ് ആയിട്ട് പറയുന്നില്ല, ബിക്കോസ് അത് വാരി ചെയ്യും, ഇൻസ്റ്റിറ്റ്യൂട്ടിനനുസരിച്ച് വാരി ചെയ്യും. അതേപോലെ തന്നെ ചിലപ്പം ഇത് നിങ്ങൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കാണുന്ന വീഡിയോ ആണെങ്കിൽ ചിലപ്പം എമൗണ്ട് മാറിയിട്ടുണ്ടാവും. അവിടെ ഞാനൊരു അപ്രോക്സിമേറ്റ്, നിങ്ങൾക്ക് ഒരു ചെറിയ ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഫയൽ ഓപ്പണിംഗ്, ട്രാഫിക് ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള. അപ്പൊ തിയറി ക്ലാസ്സിന് ഉള്ള നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഓൺലൈനായിട്ടാണ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയാണോ കൺവീനിയന്റ് ആയിട്ടുള്ള സ്ഥലം അവിടെ ഇരുന്നിട്ട് നമുക്ക് ഈ ലെക്ചർ ക്ലാസ് കേൾക്കാൻ പറ്റും. അങ്ങനെ മൊത്തം എനിക്ക് തോന്നുന്നു ഒരു 8 ലെക്ചർ ക്ലാസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓരോ ലെക്ചർ ക്ലാസ് കഴിയുമ്പോഴും ഒരു കുഞ്ഞൊരു ക്ലാസ് ടെസ്റ്റ് പോലെ അതിന്റെ എൻഡിൽ ഒരു ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത ലെക്ചർ കാണാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ഇൻ കേസ് ആ ടെസ്റ്റിൽ അവർ ഡെസിഗ്നേറ്റഡ് പറയുന്ന മാർക്ക് നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ, ഓപ്ഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്, അപ്പൊ അത് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ കണ്ട ലെക്ചർ ഒന്നും കൂടി കാണണം എന്നുള്ള ഒരു രീതിയിലാണ് അതിന്റെ ഓൺലൈൻ ലെക്ചർ ക്ലാസ് പോണത്. ഈ 8 ലെക്ചർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഈ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് RTA എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം അടങ്ങിയിരിക്കുന്ന, എനിക്ക് തോന്നുന്നു ഒരു 100+, എത്ര കൃത്യം ഓർമ്മയില്ല, പക്ഷെ ഒരു 100+ ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടായിരുന്നു. ഹസാർഡ്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതേപോലെ ഓപ്ഷൻ ബേസ്ഡ് നമ്മളെ സയൻസും സൈൻ ബോർഡ്സും, പിന്നെ സിറ്റുവേഷണൽ ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെയൊക്കെയാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. അപ്പൊ അത് ഒരു 100+ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു മോക്ക് ടെസ്റ്റും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനും അതിലുണ്ടായിരുന്നു. അത് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുമിച്ച് ഒറ്റ സ്ട്രക്ചറിൽ നമുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമുക്ക് കുറച്ചും കൂടി പ്രാക്ടീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മോക്ക് ടെസ്റ്റ് നടത്തുന്നത്. ഇതിൽ ഹസാർഡ്സ് എന്നുള്ളൊരു സാധനമുണ്ട്. അത് ആക്ച്വലി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിയറിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് അല്ല, അവർ ലൈവായിട്ട് ആനിമേഷൻ വീഡിയോ കാണിച്ചു തരും. നമ്മൾ കാറിൽ ഇരുന്നിട്ട് പോകുന്ന പോലെ ഒരു വീഡിയോ ആയിരിക്കും. അപ്പൊ ആ വീഡിയോയിൽ ഫ്രണ്ടിൽ നമ്മൾ ഫ്രണ്ട് ഗ്ലാസ്സിലൂടെ കാണുന്ന സിറ്റുവേഷൻസ് ആയിരിക്കും ആ ആനിമേഷൻ വീഡിയോയിൽ ഉണ്ടാവുക. അതിൽ നമ്മൾ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യന്റെ ഹസാർഡ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് റിസ്ക്, ആ ഒരു ഓട്ടത്തിൽ നമ്മൾ നേരിടുന്ന റിസ്ക് എന്താന്നുള്ളതായിരിക്കും ക്വസ്റ്റ്യൻ വരാം. അതൊരു മേജർ പാർട്ടാണ് നമ്മുടെ തിയറി എക്സാമിന്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ. നമ്മൾ വൺസ് ഈ മോക്ക് ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് RTന്റെ ടെസ്റ്റ് ബുക്ക് ചെയ്യാം. 30 മിനിറ്റ്സ് മുന്നേ വരെ എമിറേറ്റ്സ് ID മസ്റ്റ് ആണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്തായാലും അത് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റില്ല. ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരിക്കും അതിന്റെ സെന്റർ വരിക. അപ്പൊ അവിടെ ചെല്ലുക, അവിടെ നമുക്ക് സിസ്റ്റം അലോക്കേറ്റ് ചെയ്യും. അവിടെ ഇരുന്നിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എത്ര മണിക്കൂറായിരുന്നു എന്നുള്ളത് 45 മിനിറ്റ്സ് ആണെന്നാണ് എൻ്റെ ഓർമ്മ, അല്ലെങ്കിൽ 30 മിനിറ്റ്സ്, അങ്ങനെ എത്രയോ ആണ് ടൈം കിട്ടുക. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, മൊത്തം ഒരു 35 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്.
35 ആണോ 40 ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. നിങ്ങളാരെങ്കിലും നിങ്ങൾക്ക് അനുഭവത്തിലുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും കേട്ടോ. 35 ആണെന്നാണ് എൻ്റെ ഓർമ്മ. അതിലൊരു 30 ക്വസ്റ്റ്യൻസ് തിയറി ക്വസ്റ്റ്യൻസും ഓപ്ഷണൽ ക്വസ്റ്റ്യൻസും 5 ക്വസ്റ്റ്യൻസ് ഹസാർഡ്സിന്റെ ആ ഒരു ഏരിയ എന്നാണ് തരിക. അപ്പൊ അതിൽ 35 ക്വസ്റ്റ്യൻസിൽ ഒരു 23 ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും പാസ്സായിരിക്കണം. അത്രയും റൈറ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു കടമ്പ കടക്കുകയുള്ളൂ. അപ്പൊ അതിന്റെ 35 ക്വസ്റ്റ്യൻസിൽ 5 ക്വസ്റ്റ്യൻസ് ഹസാർഡ്സ് ആയിരിക്കും. ഹസാർഡ്സിന്റെ ഏരിയ അത് കുറച്ചൊരു ക്രൂഷ്യൽ ഒരു ഏരിയ ആണ്. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇതായിരിക്കാം റിസ്ക് എന്ന് വിചാരിക്കും, പക്ഷെ മേ ബി അതായിരിക്കില്ല റിസ്ക്. വേറെ അതിലും റിസ്ക് ഉള്ള എലമെന്റ് നമ്മൾ പോകുന്ന റോഡിനനുസരിച്ചിട്ടൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മൾ ഓപ്ഷൻ കൃത്യമായിട്ട് നോക്കിയിട്ട് ചെയ്യണം. അപ്പൊ ഞാൻ അങ്ങനെ അത് ആ ഫസ്റ്റ് എക്സാം സിമ്പിൾ ആയിട്ട് പാസ്സായി. അത് എല്ലാവർക്കും പാസ്സാവുന്നതേ ഉള്ളൂ. അത്യാവശ്യം ഒന്നത് മെനക്കെട്ട് ശ്രദ്ധിച്ച് കേട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും പാസ്സാവാൻ പറ്റുന്ന രീതിയിലാണ് RTA ടെസ്റ്റ് ഉള്ളത്. അപ്പൊ ഇത്രയും കടമ്പ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമ്മുടെ ഡ്രൈവിംഗ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഈ ഡ്രൈവിംഗ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറാണ്, ലൈക്ക് നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ക്ലാസ് കുറവ് മതിയാവും. എന്നെ സംബന്ധിച്ച് ഞാനൊരു ഫ്രഷറായിരുന്നു. ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിരുന്നു. എന്ത് ചെയ്യണം എന്താ ഒന്നും അറിയാതെയാണ് ഞാൻ ഇതിനേക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കിയത്. എനിക്ക് തന്നിരുന്നത് 20 മണിക്കൂർ ക്ലാസ് ആണ്. 20 മണിക്കൂർ ക്ലാസ് എന്ന് പറയുമ്പോൾ മൊത്തം ഒരു 40 ക്ലാസ്സസ് വരും. അരമണിക്കൂറാണ് ഒരു ക്ലാസ് ആയിട്ട് ഇവർ കൺസിഡർ ചെയ്യുന്നത്. 40 ക്ലാസ്സസ് എനിക്ക് ഇനീഷ്യലി ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 8 ദിവസം വെച്ചിട്ട് 2 മണിക്കൂർ ക്ലാസ് ആയിരുന്നു. അപ്പൊ ഞാൻ ആദ്യം എടുത്തത് ഒരു ലേഡി ഇൻസ്ട്രക്ടർ ആയിരുന്നു. പുള്ളിക്കാരി എനിക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ ബോണറ്റിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളും എന്തൊക്കെയാണ് ഇതിന്റെ പാർട്സ് അങ്ങനത്തെ എല്ലാം ഫ്രഷ് ആയിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത്. സ്റ്റിയറിംഗിന്റെ എന്ത് ചെയ്യണം എന്ന് അങ്ങനത്തെയൊക്കെ. അപ്പൊ എന്നെ ഫസ്റ്റത്തെ ക്ലാസ്സിൽ ഒരു 1 hour ഫുൾ ഇൻസൈഡ് ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയായിരുന്നു എന്നെ ഓടിച്ചിട്ടുണ്ടായിരുന്നത്. എന്താ വെച്ചാൽ എനിക്ക് സ്റ്റിയറിംഗ് റെഡി ആവാനുണ്ട്, കൺട്രോൾ കിട്ടാനുണ്ട്, അങ്ങനെ കുറെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇട്ട് കറക്കി എന്നെ ഓടിക്കുക ചെയ്തിട്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് റോഡിലേക്ക് ഇറങ്ങിയത്. റോഡിലേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഫസ്റ്റ് ഒന്നും അറിയാണ്ട് ഇറങ്ങുമ്പോൾ തന്നെ അവരുടെ കയ്യിൽ കൺട്രോൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഓടിക്കുന്നെന്നുള്ളൊരു സന്തോഷം കിട്ടുമല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. അതൊരു വേറെ തന്നെ ഫീലിംഗ് ആയിരുന്നു. നിങ്ങൾ അത്യാവശ്യം ഹൈറ്റ് ഇല്ല, നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെ പൊങ്ങിയിരിക്കണം, കാണുന്നില്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഞാൻ ആക്ച്വലി ഷോർട്ടാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു കുഷ്യൻ മേടിക്കുകയാണ് ചെയ്തത്. ഇങ്ങനത്തെ ഒരു കുഷ്യൻ നമുക്ക് നല്ല കംഫർട്ടാണ്. നമ്മൾ ഇതിലിരുന്ന് കഴിഞ്ഞാൽ മിക്കവാറും നമ്മളെ വണ്ടി സണ്ണി ആയിരിക്കും. അപ്പം പഴയ വണ്ടിയൊക്കെയാണ് പഠിപ്പിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന്റെ കുഷ്യൻ വല്ലാണ്ട് ലോ ആയിരിക്കും. നമുക്ക് ഒരു കുഴിയിലിരിക്കണ പോലെ ഒരു ഫീൽ വരും. അപ്പൊ ഈ പുറമേക്കുള്ള കാഴ്ച ലൈക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പൊ ഈ ഒരു കുഷ്യൻ വാങ്ങിയിട്ട് എനിക്ക് ഭയങ്കര കംഫർട്ടായിരുന്നു. ഈ കുഷ്യൻ ആയിരുന്നു എന്റെ ലൈഫ് സേവർ എന്ന് പറയുന്നത്. അപ്പൊ ഷോർട്ട് ആയിട്ടുള്ളവർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതൊരു റെസ്ട്രിക്ഷൻ ഉള്ള കാര്യമല്ല, അലൗഡ് ആണ്. RTA ടെസ്റ്റിനായാൽ പോലും അലൗഡ് ആണ് ഇങ്ങനെ കുഷ്യൻ യൂസ് ചെയ്യാന്നുള്ളത്. നമ്മൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ നോർമൽ വീക്ക് ഡേയ്സിൽ നോർമൽ ടൈമിംഗ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവരുടെ ബേസിക് പ്രൈസ് ആണ് വരിക. നൈറ്റിലോ അല്ലെങ്കിൽ നൈറ്റ് ക്ലാസ്, അതേപോലെ ഹോളിഡേ സൺഡേസിലൊക്കെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഒരു അഡീഷണൽ ഫീ അതിന് വരും. നമ്മളിപ്പം സപ്പോസ് ഞാൻ ഒറിജിനൽ കണക്കല്ല പറയുന്നത്, 50 dirhams ആണ് ഒരു ക്ലാസ്സിന് ആവണമെന്നുണ്ടെങ്കിൽ നൈറ്റ് ക്ലാസ്സോ പിന്നെ അല്ലെങ്കിൽ സൺഡേസിൽ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 65 dirhams ഒരു ക്ലാസ്സിന് ആവും. ആ രീതിയിലാണ് അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഫ്രഷ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാർ, ഒന്നും അറിയാത്ത ആൾക്കാർ നൈറ്റ് ക്ലാസ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ കുറച്ച് നൈറ്റ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. നൈറ്റ് ക്ലാസ് എടുത്ത സമയത്ത് നമുക്ക് ജഡ്ജ്മെന്റ് വലിയ പിടുത്തില്ല. അത് മനസ്സിന്ന് വരണമല്ലോ, അതാർക്കും പഠിപ്പിച്ചു തരാൻ പറ്റില്ലല്ലോ. ഈ ജഡ്ജ്മെന്റ് കറക്റ്റ് ആവാത്തതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി പാനിക് ആയിരിക്കും. രാത്രി നമ്മൾ ഓൾറെഡി യൂസ്ഡ് അല്ലാത്തതുകൊണ്ട് രാത്രി ഓടിക്കുമ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടി നമ്മൾ ടെൻഷനിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഈ ഒരു എന്താ പറയാ ജഡ്ജ്മെന്റ് നമുക്ക് തീരെ കിട്ടില്ല. അങ്ങനെ വരുന്ന സമയത്ത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ മാക്സിമം നിങ്ങൾ, എനിക്ക് ഓഫീസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറെ നൈറ്റ് ക്ലാസ് എടുത്തു, പക്ഷെ അത് വേസ്റ്റ് ആയി പോയി, ഒരാവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾ മാക്സിമം നൈറ്റ് ക്ലാസ് എടുക്കാതെ ഡേ ടൈമിൽ തന്നെ ഫ്രഷ് ആയിട്ട് പഠിക്കുന്നവർ എടുക്കാൻ ശ്രമിക്കുക. എനിക്ക് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് തീരെ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. എനിക്കൊന്നും പഠിക്കാതെ പോലെ ഞാൻ വണ്ടിയൊക്കെ ഓടിക്കുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു റോട്ടിലേക്ക് ഓടിക്കുമ്പോൾ. ആൾക്കാരെ കാണുമ്പോഴൊക്കെ ആയിരുന്നു എൻ്റെ മെയിൻ പ്രശ്നം. ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു ഭയം മറികടക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് തന്നെയായിരുന്നു.
അത് കഴിഞ്ഞിട്ട് ഈ ഡ്രൈവിംഗ് ക്ലാസ്സസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അസസ്മെന്റ് ചെയ്യണം. അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ അസസ്മെന്റ് ആണ്. നമ്മൾ പഠിച്ചോ ഇല്ലേ എന്നുള്ളത് നമ്മൾ സ്കൂളിൽ ക്ലാസ് ടെസ്റ്റ് നടത്തുമല്ലോ, അതുപോലെ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ നമുക്കൊരു ക്ലാസ് ടെസ്റ്റ് നടത്തുന്ന ഒരു സംഭവമാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമിനേഴ്സ് സെപ്പറേറ്റ് ഉണ്ട്, ഇൻസ്ട്രക്ടേഴ്സ് അല്ല അത് ചെയ്യാം, എക്സാമിനേഴ്സ് സെപ്പറേറ്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ അസസ്മെന്റിന് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് അവർ പറയുന്ന ടൈം സെയിം RTA എങ്ങനെയാണോ അത് ആ ഒരു രീതി നമ്മളെ യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ അസസ്മെന്റ് നടത്തുന്നത്. അസസ്മെന്റിന് അവർ ഓരോ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ അവർ മോണിറ്റർ ചെയ്യും. നമ്മൾ എന്ത് ചെറിയ തെറ്റ് വന്നാലും ചിലപ്പോൾ അത് ഇമ്മീഡിയറ്റ് ഫെയിലിന്റെ ഒരു സാധനം ആയിരിക്കില്ല, പക്ഷെ സ്റ്റിൽ അവര് ഓരോ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ നമ്മൾ റെഡിയാക്കിയാൽ മാത്രമേ നമ്മൾ അസസ്മെന്റ് പാസ്സാക്കുള്ളൂ എന്ന വാശിയിലായിരിക്കും ഈ എക്സാമിനേഴ്സ് ഉണ്ടാവുക. ഞാൻ 5ാമത്തെ അസസ്മെന്റ് കഴിഞ്ഞ 6ാമത്തെ അസസ്മെന്റിനാണ് ഞാൻ പാസ്സായത്. അപ്പൊ ആദ്യത്തെ 3 അസസ്മെന്റ് ഞാൻ നല്ല അബദ്ധമായിരുന്നു, എന്തൊക്കെയോ പണ്ടത്തരം കാണിച്ചു. അത് നമുക്ക് ഒന്നാമത്തെ കാര്യം ടെൻഷനാണ്. ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇവരിവിടെ ഇരുന്ന് സൈഡിലിരുന്ന് നമുക്ക് ഇങ്ങനെ നീ എന്താ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്, ചില ഇൻസ്ട്രക്ടേഴ്സ് ചില എക്സാമിനേഴ്സ് അങ്ങനെയാണ്. ചില എക്സാമിനേഴ്സ് ഒന്നും മിണ്ടാതിരിക്കും, ലാസ്റ്റ് നിങ്ങൾ ഫെയിലായി എന്ന് പറയും. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ, എങ്ങനെയെങ്കിലും ഈ വണ്ടി ഇവിടെ ഇട്ടിട്ട് പോയാൽ മതി എന്നുള്ളൊരു തോന്നലൊക്കെ വരായിരുന്നു. 4ാമത്തെ പ്രാവശ്യം തൊട്ടിട്ട് ഞാൻ ഓക്കെ പോവാന്നുള്ള ആ ഒരു മൈൻഡായി, കിട്ടി പോയ. പിന്നെ 4 കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് പറ്റിയ പണിയല്ല എന്നുള്ളൊരു തോന്നൽ വരെ വന്നുപോയി. എന്നുവെച്ചാൽ നമ്മൾ നന്നായിട്ട് ഓടിക്കും, നമ്മൾ ഓടിക്കുന്ന കാണുമ്പോൾ ഇവരെന്താ വെച്ചാൽ പിന്നെ നമ്മളെ കൊണ്ട് ഓടിച്ച് ലാസ്റ്റ് നമുക്ക് ടെൻഷൻ വരും, ഇത് എന്താ തീരാത്ത എന്നുള്ളൊരു മൈൻഡിൽ ടെൻഷൻ കയറി കഴിഞ്ഞാൽ പിന്നെ പോയി. ആ ഒരു ടെൻഷൻ ഇല്ലായ്മ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അതില്ലാതെ പോയാൽ മാത്രമേ നിങ്ങൾ ജയിക്കുള്ളൂ. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അങ്ങനെ ഇല്ലാണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ജയിക്കും. അത് ഞാൻ പറഞ്ഞ 6ാമത്തെ അസസ്മെന്റിന് എന്തെങ്കിലും ആവട്ടെ ഞാൻ ജയിച്ചാൽ പോയി കുഴപ്പമില്ല, ഹാപ്പിനെസ്, അല്ലെങ്കിൽ തോറ്റാ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിൽ പോയിട്ട് അത് ആ എക്സാമിനർ എന്താ പറയാ എന്നെ കുറെ വട്ടം കറക്കി. ഞാൻ പാനിക്കേ ആവാതെ ഇത്രയും എക്സ്പീരിയൻസ് ആയല്ലോ, ഇനിയും പാസ്സായില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഡ്രൈവിംഗ് പഠിക്കണേ എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞാനത് എടുത്തു. 6ാമത്തെ അസസ്മെന്റ് ആയപ്പോൾ എനിക്ക് കിട്ടി. അത് എത്രയോ നല്ലതായെന്ന് പിന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഞാൻ അന്ന് അത്രയും അസസ്മെന്റും ഓരോ അസസ്മെന്റ് പൊട്ടുമ്പോൾ നമ്മൾ പിന്നെയും ക്ലാസ് എടുക്കുകയാണല്ലോ, അത്രയും നമ്മൾ റോഡുമായിട്ട് കുറച്ചും കൂടി മിങ്കിൾ ആവുകയാണ്, നമ്മൾ ആ പേടി പോവുകയാണെന്നുള്ളത് അന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഓടിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. ലൈൻ ചേഞ്ച്, മിറർ ചെക്കിങ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എന്തൊക്കെ ടിപ്സാണ് യൂസ് ചെയ്തത്, എന്തൊക്കെയാണ് ഞാൻ ശ്രദ്ധിച്ചത് എന്നൊക്കെയുള്ള കാര്യം ഞാൻ RTA ഡ്രൈവിങ്ങിന്റെ ആ ഒരു പോർഷനിലേക്ക് എത്തുമ്പോൾ ഞാൻ നിങ്ങളായിട്ട് പറയാം. ലാസ്റ്റ് എൻഡ് ആകുമ്പോഴേക്ക് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ ജസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാന്ന് മാത്രം. 5 പാർക്കിംഗ് ക്ലാസ് ആണ് ഉണ്ടാവുക. അന്ന് ബ്രേക്കിന്റെ ഇൻഡിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ ബ്രേക്ക് ചവിട്ടുന്നു. അസസ്മെന്റ് നമ്മുടെ സ്മാർട്ട് യാർഡിലായിരിക്കും. ഇൻസ്ട്രക്ടേഴ്സ് നമ്മളടുത്ത് കൃത്യമായിട്ട് ചോദിക്കും. ആ സ്റ്റിക്കറും കൂടി കൂട്ടിമുട്ടുമ്പോൾ ബട്ടൺ 1 യു ഫെയിൽഡ് എന്ന് പറഞ്ഞാൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ടേൺ ചെയ്തിട്ട് അവർ ഈ ലൈസൻസ് നമ്മൾ പ്രിന്റ് ചെയ്ത് നമ്മളെ കയ്യിൽ കിട്ടുന്ന ആ ഒരു മൊമെന്റ് വരെ